നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചിങ്ങമെത്തി. പുതിയ പ്രതീക്ഷകളുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് മലയാളിക്ക് ചിങ്ങമാസം. സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പിൽ ചാഞ്ചാടുമ്പോൾ കർഷകരും പുതിയ സ്വപ്നങ്ങൾ കൊയ്യുന്ന കാലം. എങ്ങും പച്ചപ്പിന്റെ സമൃദ്ധികാലം. വർണ്ണപ്പകിട്ടാർന്ന പൂക്കളും ഓണത്തുമ്പിയുടെ വരവും ഓണപ്പാട്ടുമായി മലയാളികൾക്കിത് ഓണക്കാലമാണ്. ഓണത്തിന്റെ ചിട്ടവട്ടം ഒരുക്കാനുള്ള തിരക്കിലായിരിക്കും ഇനി കേരളക്കര. എന്നും മുറ്റത്തെ കളത്തിൽ വിരിയുന്ന പൂക്കളം, കൊയ്ത്തുപാട്ടിന്റെയും ഓണപ്പാട്ടിന്റെയും സംഗീതസാന്ദ്രമായ അന്തരീക്ഷം, ഓണക്കോടിയും ഓണവിഭവങ്ങളും ഒരുക്കാനുള്ള തിരക്ക്. ഒത്തൊരുമയുടെ ആഘോഷമായ പൊന്നിൻ ചിങ്ങക്കാലം മലയാളികൾ എന്നും കളറാക്കും. ഓണവിപണിയും സജീവമായി കഴിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും വലിയ തിരക്കാണ്. ഇതിനെല്ലാം പുറമെ ഇന്ന് ഓണാഘോഷങ്ങളും തകൃതിയാണ്. സ്ഥാപനങ്ങൾ, സംഘടനകൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയെല്ലാം കേന്ദ്രീകരിച്ച് ഓണാഘോഷങ്ങളും കളറാകും. കർഷകർക്കും പ്രതീക്ഷയുടെ ദിനമാണ്. കഷ്ടപ്പാടിന്റെ സമൃദ്ധമായ വിളവ് കൊയ്യുന്ന കാലം. ജീവിതവും സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ള പ്രതീക്ഷയുടെ ദിനങ്ങൾ. കർഷകരെ ആദരിച്ചും കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും വീണ്ടും ഒരു കർഷക ദിനാഘോഷം. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് കർഷക ദിനാഘോഷം നടത്തിയത്. പട്ടാമ്പി നഗരസഭയിൽ നടന്ന കർഷക ദിനാഘോഷം നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ വിവിധ പരിപാടികളോടെയാണ് കർഷക ദിനാഘോഷം കൊണ്ടാടിയത്. കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും കർഷകരെ ആദരിച്ചുമായിരുന്നു കർഷക ദിനാഘോഷം. നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. വ്യതിയാനം മൂലമുണ്ടാകുന്ന ഒരുപാട് നാശനഷ്ടങ്ങൾ, രണ്ടാമത്തെ കാര്യം വന്യമൃഗങ്ങൾ, അവരുടെ അക്രമം മൂലം പല പ്രദേശങ്ങളിലും ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് കർഷകർ കേരളത്തിൽ കൃഷി നടത്തി മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ആവശ്യമായ കൃഷി ഉൽപ്പാദിപ്പിക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ഒരു തലമുറ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ തലമുറ കടന്നു വരുമ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറി. അതായത് മറ്റുള്ള പല സംസ്ഥാനങ്ങളെയും ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായി. ഇന്ന് പല പ്രശസ്തമായ ഡോക്ടർമാരും പറയുന്നത് ഒരു അസുഖത്തിന് മരുന്നിനേക്കാൾ കൊടുക്കേണ്ടത് നല്ല ഭക്ഷണമാണെന്ന്. അപ്പോൾ നല്ല ഭക്ഷണം ലഭിക്കണം എന്നുണ്ടെങ്കിൽ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള കർഷകരുണ്ടായാൽ മാത്രമാണ് നമുക്ക് നല്ല ഭക്ഷണം. നഗരസഭയുടെയും കൃഷിഭവന്റെയും പാടശേഖര സമിതികളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു കർഷക ദിനാഘോഷം കൊണ്ടാടിയത്. വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരഞ്ഞെടുത്ത കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് നെൽകൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകി പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക ദിനാചരണം നടത്തി. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കർഷക ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തിയത്. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ ഞാറുനടൽ പരിശീലനം നൽകിക്കൊണ്ടായിരുന്നു കർഷക ദിനാഘോഷം ഒരുക്കിയത്. പട്ടാമ്പി RRS വെച്ചായിരുന്നു പരിശീലന പരിപാടി. നെൽകൃഷിയുടെ ബാലപാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകി. കാർഷിക സർവകലാശാല ഫാം ADR പ്രൊഫസർ PP മൂസ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ രീതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. പട്ടാമ്പി RRS ADR ഡോക്ടർ തുളസി, ഡോക്ടർ P രാജി, ഡോക്ടർ B ഷൺമുഖസുന്ദരം, ഡോക്ടർ ഫസീല, ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ ലക്ഷ്മി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൊണ്ടൂർക്കര മൗണ്ട് ഹിറ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിശീലന പരിപാടിയിൽ പങ്കാളികളായത്. പരിശീലനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഞാറുനടിയുടെ വിവിധ ഘട്ടങ്ങൾ നേരിട്ട് പരിചയപ്പെടുത്തുകയും പ്രായോഗിക പരിശീലനം നൽകുകയും ഉണ്ടായി. ആവേശത്തോടു കൂടിയായിരുന്നു വിദ്യാർത്ഥികൾ ഞാറുനടിയിൽ പങ്കാളികളായത്.
കൃഷിക്കാരെ ആദരിക്കുന്ന, കൃഷിക്കാരെ ബഹുമാനിക്കുന്ന നമ്മൾ ഒരു വർഷത്തില് ഈ ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കൊല്ലവും ഈ സ്കൂളിൽ നിന്ന് സ്ഥിരമായിട്ട് കർഷക ദിനത്തിന് RARS പട്ടാമ്പിയിൽ വരുന്നുണ്ട് എന്ന് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ കർഷക ദിനം നിങ്ങളുടെ കൂടെ നടത്താമെന്ന് ഞങ്ങള് തീരുമാനിച്ചത്. ശോഭ ഹരിദാസിന്റെ മൗനത്തിൽ മഷിത്തുള്ളികൾ കവിത കഥാസമാഹാരം പ്രകാശനം ചെയ്തു. കൂറ്റനാട് എളവാതുക്കൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ രാജേഷ് നന്ദിയംകോട് സുനിൽ ഇത്തിക്കാട്ടിന് ആദ്യ പ്രതി നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. മുൻ അധ്യാപികയും എഴുത്തുകാരിയുമായ ശൈലജ ടീച്ചർ, നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാർഡ് മെമ്പർ രവി ചെട്ടിയാരത്ത്, ഡോക്ടർ സേതുമാധവൻ, സന്തോഷ് പല്ലീരി, രേവതി വേണു, അഭിലാഷ് മാസ്റ്റർ, വാസുദേവ വാര്യർ, ശശി പുത്തൻവീട്ടിൽ എന്നിവർ പങ്കെടുത്തു. രാജീവ് കളത്തിൽ ചടങ്ങ് ഏകോപിപ്പിച്ചു. ശോഭ ഹരിദാസും ഹരിദാസൻ പിള്ളയും നന്ദി പറഞ്ഞു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടത്തിയ കർഷക ദിനാഘോഷം കൂറ്റനാട് നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ അധ്യക്ഷത വഹിച്ചു. കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ T ഹസീന, മണികണ്ഠൻ, സുലൈഖ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നീതു ടീച്ചർ, കൃഷിഭവൻ ഓഫീസർ MS സൂര്യ, ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ദൗർബല്യം ഉണ്ടായിട്ടും ലഭ്യത കുറഞ്ഞിട്ട് പോലും ഏക്കർ കണക്കിന് ഭൂമി, നൂറുകണക്കിന് ഏക്കർ ഭൂമികൾ തരിശായില്ല. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ തരിശു ഭൂമി കൃഷിയിടങ്ങളാക്കി മാറ്റുക എന്നത് കേരളീയരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് അറിയാം, ഒരു ഘട്ടത്തിൽ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാടുകളും കുന്നുകളും എന്നും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് മണിമന്ദിരങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്കധ്യാനം നടത്തി. ഞായറാഴ്ച വൈകിട്ട് നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ധ്യാനം റോയ് മാന്നാമംഗലം നയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പകൽ ധ്യാന യോഗം, വൈകിട്ട് സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ, 8 നോമ്പ്, സുവിശേഷ യോഗം എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കി മോർ കുറിലോസ് ബാവ, ബസേലിയോസ് പൌലോസ് ദിദിയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടത്തും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7 സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9 മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7 പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദേവമാതാവിന്റെ വിശുദ്ധ സുനോറ വണക്കം, അത്താഴ സദ്യ എന്നിവയും ഉണ്ടാകും. രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവ നടത്തും. വികാരി ഫാദർ അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് ചൊവ്വാഴ്ച പട്ടാമ്പിയിൽ ഊഷ്മള വരവേൽപ്പ് നൽകും. ജില്ലാ അതിർത്തിയായ വിളയൂരിൽ നിന്നുമാണ് ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ 16ാമത് സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്കാണ് നാളെ പട്ടാമ്പിയിൽ സ്വീകരണം നൽകുക. കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ നാളെ രാവിലെ 10 മണിയോടെ ജില്ലാതിർത്തിയായ വിളയൂരിൽ നിന്നും ജില്ലയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് ജില്ലയിലെ പ്രധാന സ്വീകരണ കേന്ദ്രങ്ങളൊന്നായ പട്ടാമ്പിയിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ജാഥയ്ക്ക് നൽകുക എന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ നാളെ 10 മണിയോടുകൂടിയാണ് പുലാമന്തോൾ പാലം വഴി വിളയൂരിലേക്ക് കടക്കുന്നത്, നമ്മുടെ ജില്ലയിലേക്ക് കടക്കുന്നത്. ജില്ലയിൽ പ്രധാനമായും 3 സ്വീകരണങ്ങളാണുള്ളത്. അതിൽ ആദ്യ സ്വീകരണം വിളയൂരിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടും. അവിടെ ഹാരാർപ്പണവും സ്വീകരണവും കഴിഞ്ഞതിന് ശേഷം ബൈക്ക് റാലിയായി ജാഥ പട്ടാമ്പിയിൽ എത്തിച്ചേരും. പട്ടാമ്പിയിലാണ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രം എന്ന് പറയുന്നത്. പട്ടാമ്പിയിലെ സ്വീകരണം 11 മണിയോടുകൂടി നമ്മുടെ നക്ഷത്ര ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെടും. സ്വീകരണത്തിന് ശേഷം പിന്നീട് 3 മണിക്കാണ് കൂറ്റനാട്ടെ സ്വീകരണം ഉള്ളത്. അപ്പോൾ പട്ടാമ്പിയിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ബൈക്ക് റാലിയായി ജാഥ കൂറ്റനാട്ടേക്ക് പോകും. കൂറ്റനാട്ട് ഇതുപോലെ സ്വീകരണം സംഘടിപ്പിക്കപ്പെടും. ഡിവൈഎഫ്ഐ ഈ നാടിന്റെ വെളിപ്പുറത്തുള്ള ഒരു സംഘടനയാണ്. രക്തം നൽകാനും അതുപോലെ തന്നെ ഭക്ഷണപ്പൊതികളുമായും ഒക്കെ ജനങ്ങൾക്കിടയിൽ എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന സംഘടനയാണ്. ഞങ്ങളുടെ സംഘടനയുടെ കുറവുകൾ, പോരായ്മകൾ ഒക്കെ പരിഹരിക്കാൻ, മികവുകൾ കൂടുതൽ മികവുറ്റതാക്കാൻ ഒക്കെ അന്വേഷണം നടത്തുന്ന, അഭിപ്രായ സ്വരൂപണം നടത്തുന്ന, സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്തുന്ന പതാക. അരുൺ ബാബു ക്യാപ്റ്റനായുള്ള
പതാക ജാഥയാണ് പട്ടാമ്പിയിൽ എത്തിച്ചേരുന്നത്. മേലെ പട്ടാമ്പി നക്ഷത്ര ഹോട്ടലിന് പരിസരത്താണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. സ്വീകരണ യോഗത്തിൽ ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി തയ്യാറാക്കിയ സുവനീർ യങ് ഇന്ത്യയുടെ പ്രകാശനവും നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സമ്മേളനം നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തും. പരീക്ഷാ പേപ്പർ ചോർത്ത, രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള തുടങ്ങിയ കാര്യങ്ങൾ. കേരളത്തിലാണെങ്കിൽ UDFന്റെ ഗവൺമെന്റ് അടിമുടി കാവ്യവൽക്കരിക്കപ്പെട്ടു. സാധാരണക്കാരും പാവപ്പെട്ടവരായി ആൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിർത്തലാക്കുക. അതുപോലെ തന്നെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ആരോഗ്യ മേഖലക്ക് തവിട് പൊടിയാക്കുക. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നതിനും അതിൽ ഇടപെടുന്നതിനും ആവശ്യമായ സമരങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നതിനും ഒക്കെയാണ് ഈ സമ്മേളനം. ആ നിലയ്ക്കൊക്കെ ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മഹത്തായ സമ്മേളനത്തിന്റെ നഗറിൽ ഉയർത്താനുള്ള പതാക കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. അത് നാളെ കാലത്ത് 10:30 മണിക്ക് നമ്മുടെ ജില്ലാതിർത്തിയായ വിളയൂരിൽ എത്തുകയാണ്. സംസ്ഥാനത്തെയും രാജ്യത്തെയും നിലവിലെ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ M. ബിജിനാണ് ജാഥ മാനേജർ. LG ലിജീഷ്, R. ശ്യാമള എന്നിവർ ജാഥ അംഗങ്ങളാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘടന സമിതി ചെയർമാൻ T. ഗോപാലകൃഷ്ണൻ, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി N. നീരജ്, സഹസംഘം കൺവീനർ PR രജീഷ്, KP മുഹമ്മദ് ഹാസിർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ച UDF സർക്കാർ തീരുമാനത്തിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃത്താല ഏരിയയിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VP റജീന ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് KP സുലൈഖ അധ്യക്ഷത വഹിച്ചു. M. രജിഷ, VP രാജൻ, Dr. TV നിഷ എന്നിവർ പങ്കെടുത്തു. സാധാരണക്കാരായിട്ടുള്ള സഹോദരിമാർക്ക് ഒന്നാം ഘട്ടമായി പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. അപ്പൊ കുറച്ച് വൈകിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള നിയമസഭയ്ക്കകത്ത് അത് നിയമം മൂലം പാസാക്കി. നിയമം മൂലം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പായേ മതിയാകൂ. 35 ലക്ഷം വരുന്ന സഹോദരിമാർ ഈ ആനുകൂല്യത്തിന് അർഹരാണ്. പക്ഷെ കുറച്ചു പേരെ അപേക്ഷിച്ചിട്ടുള്ളൂ. അങ്ങനെ അപേക്ഷിച്ച എല്ലാ പേപ്പറുകളും ക്ലിയറായ 16 ലക്ഷം ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുമതിയായത്. തളി നെഹ്റു സ്മാരക വായനശാലയുടെ വനിതാവേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തളി തച്ചുകുന്നിൽ വെച്ച് നടന്ന പരിപാടിയിൽ കണ്ണാന്തളി പൂക്കൾ പറിച്ച് പൂക്കളമിട്ടു. ശേഷം തിരുവാതിരക്കളി, തുമ്പിത്തുള്ളൽ എന്നിവയുണ്ടായി. വനിതാവേദി കോർഡിനേറ്റർ വിജിത ശ്രീജിത്ത്, ലൈബ്രറിയൻ C. ഗീത എന്നിവർ നേതൃത്വം നൽകി. വിളയൂർ എടപ്പലം മുത്തശ്ശിയാർക്കാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലനിറ ഭക്തി നിർഭരമായി. ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ സമാപനവും വിവിധ പരിപാടികളും നടന്നു. വിളയൂർ എടപ്പലം മുത്തശ്ശിയാർക്കാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിലാണ് ഇല്ലനിറ ഭക്തി നിർഭരമായത്. രാമായണ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ രാമായണ പാരായണവും ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു. രാവിലെ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. മേൽശാന്തിമാരായ മനോഹരൻ പോറ്റി, മിഥുൻ പോറ്റി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. V. രാമചന്ദ്രൻ, K. രവികുമാർ, V. ഗീത, K. ഷിജിമോൾ, ഈശ്വർ സ്വാമി, T. വസന്ത, T. ശാന്തകുമാരി, M. കുമാരൻ, C. ശശികല, P. ബാലകൃഷ്ണൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രസാദ് വീട്ടിലും നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.